ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഡയറക്ടർ അഡ്വക്കേറ്റ് എം ലിജു അവർ സംസാരിക്കും. ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ ശ്രീ എം എം ഹസൻ അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ എം ലിജു, മുൻ മന്ത്രി ശ്രീ വി എസ് ശിവകുമാർ, ശാസ്ത്രവേദിയുടെ ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ, ശ്രീ കൃഷ്ണകുമാർ, മറ്റ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ ആണവ നിലയം അനിവാര്യമോ എന്ന ശാസ്ത്രവേദി പ്രസിദ്ധീകരിച്ച ലേഖന സമാഹാരങ്ങളടങ്ങുന്ന പുസ്തകം, അതിൻ്റെ പുസ്തക ചർച്ചയാണിന്നിവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചത് കേരളത്തിൽ ആണവ നിലയം അനിവാര്യമാണോ? എൻ്റെ അഭിപ്രായത്തിൽ അനിവാര്യമല്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഈ പുസ്തകം ഇന്നാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ശാസ്ത്രവേദിയുടെ അഭിപ്രായങ്ങൾ ശ്രീ അച്യുത് ശങ്കറിൻ്റെ ഒരു ലേഖനമായി മനോരമയിൽ വായിച്ചു. ഉമ്മൻലിയും ലേഖനം വായിച്ചു. ആ ലേഖനങ്ങൾ രണ്ടും വായിച്ചു കഴിഞ്ഞപ്പോൾ ആണ് എനിക്ക് നേരത്തെയുള്ള അഭിപ്രായം തന്നെയാണ് ഞാൻ ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം നമുക്ക് വൈദ്യുതി ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മുടെ വൈദ്യുതി ഉപയോഗം കൂടിക്കൂടി വരും. ഇപ്പോൾ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് കണക്കിൽ പറഞ്ഞിട്ടുണ്ട് 3000-3500 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബദൽ മാർഗങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ കണക്കും നമ്മുടെ മുമ്പിലുണ്ട്. കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ വരുന്നതിനോട് ഞങ്ങൾ UDFും കോൺഗ്രസും ഒക്കെ, പ്രത്യേകിച്ച് ആതിരപ്പള്ളി വന്നപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള റിസർവേഷൻ പറഞ്ഞു. ആ പദ്ധതികളെ ഞങ്ങൾ എതിർക്കുകയും ചെയ്തു. കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾക്കല്ല, മറ്റ് ബദൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കണം എന്ന അഭിപ്രായമാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ആണവ നിലയത്തെക്കുറിച്ച് പാർട്ടിയിലോ മുന്നണിയിലോ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അടുത്ത കാലത്താണ് കേന്ദ്രമന്ത്രി ഖട്ടറുടെ ഒരു പ്രസ്താവന വന്നത്. കേരളത്തിൻ്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആണവ നിലയം മാത്രമാണ് ഏക പോംവഴി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം കാസർഗോഡ് നമ്മുടെ ചീമേനി ആ സ്ഥലം കണ്ടുവച്ചിട്ട് നേരത്തെ ആ പ്രപ്പോസൽ വന്നതാണ്. ചീമേനി ആയാലും നേരത്തെ ഉയർന്നു വന്ന നമ്മുടെ ആതിരപ്പള്ളി ആയാലും കേരളം പശ്ചിമഘട്ടത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ പശ്ചിമഘട്ടം എന്തെല്ലാം ഭീഷണികളെ നേരിടുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് പോലുള്ള സ്ഥലങ്ങളിൽ ഒക്കെ പശ്ചിമഘട്ടത്തിൽ ആകെ ഉരുൾപൊട്ടൽ, മണ്ണൊലിച്ചൽ, അതിശക്തമായ കാറ്റ്, കൊടുങ്കാറ്റ്, ഇത്തരം ഭീഷണികൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ, ഏറ്റവും അവസാനം കണ്ടത് നമ്മൾ വയനാട്ടിലെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇതുപോലെ ഹൈ റിസ്ക്കാണ്. കൂടക്കുളത്തുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കായിക്കൂടെ. ചെർണോബിലുണ്ടായ അപകടം മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. അതിനുശേഷം കാലം ഒരുപാട് കടന്നുപോയി, ഒരുപാട് ശാസ്ത്ര രംഗത്ത് പുരോഗതി ഉണ്ടായി. കൂടക്കുളത്ത് ഇതിനെല്ലാം ഉള്ള പ്രതിവിധികൾ കണ്ടുകൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ കൂടക്കുളത്ത് വന്നപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും പല ശാസ്ത്രജ്ഞന്മാരും അതിനെ ശക്തിയായിട്ട് എതിർത്തു. ഇവിടെ നമ്മുടെ മുമ്പിലുള്ള യഥാർത്ഥ പ്രശ്നം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനം എങ്ങനെ വർദ്ധിപ്പിക്കാം. ചില ബദൽ മാർഗങ്ങൾ ഈ ലേഖനങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ അച്യുത് ശങ്കറിൻ്റെ ലേഖനത്തിലുണ്ട്, RBG മേനോൻ്റെ മുമ്പിലുണ്ട്. അതെല്ലാം എനിക്ക് വളരെ 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 സ്വീകാര്യമായതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ ഈ സോളാർ എനർജി പ്രോത്സാഹിപ്പിക്കാൻ നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സോളാറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സോളാർ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ കുഴപ്പമാണെന്ന് വരുത്തി തീർത്ത ചില മാധ്യമങ്ങളും ചില പ്രചാരക രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ സോളാർ എനർജിയെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടുത്തെ ഗവൺമെൻറ് ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിൻ്റെ കാരണം വേറെയാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പുറമെ പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങണം. കൂടിയ വിലയ്ക്ക് വാങ്ങി വൈദ്യുതി ഉപഭോക്താക്കളെ ഇപ്പോഴും ഓരോ വർഷവും ഇരുട്ടടി അടിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് KSEB അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത്.
അതുകൊണ്ട് വൈദ്യുതി കൂടിയ വിലയ്ക്ക് വാങ്ങി സാധാരണ വൈദ്യുതി ഉപഭോക്താക്കളെ ഉപദ്രവിക്കാതിരിക്കാൻ നല്ലത് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനമല്ലേ. സോളാറിൽ ഇപ്പോൾ തന്നെ 700 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ആ 3 ലക്ഷത്തോളം വൈദ്യുതി ഉപയോക്താക്കളിൽ നിന്ന് ഇനിയും 1000 മെഗാവാട്ട് ഉൽപ്പാദനം വന്നു ചേരും എന്നൊക്കെ ആ ഗ്രിഡിൽ വന്നു ചേരുമെന്ന് പറയും. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ 3-4 കൊല്ലം മുമ്പ് സോളാർ പാനലുകൾ സ്ഥാപിച്ച ആളാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, എനിക്ക് മുമ്പുണ്ടായിരുന്നതിൻ്റെ വളരെ വളരെ കുറഞ്ഞ വൈദ്യുതി ചാർജാണ് ഓരോ മാസവും ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. ഇത് ആദ്യം ഒരു 5 മെഗാവാട്ടോ 3 മെഗാവാട്ടോ എടുക്കുന്നതിന് 2-3 ലക്ഷം രൂപ ചിലവ് വരും. പക്ഷെ അതെല്ലാം വെറും 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമുക്ക് മുതലാം. എൻ്റെ അഭിപ്രായത്തിൽ പരമാവധി സോളാർ എനർജി പ്രോത്സാഹിപ്പിക്കണം. ഇപ്പോൾ സോളാർ എനർജി പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ അവർക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് അനുമതി കൊടുക്കുന്നില്ല, ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴല്ലേ കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റൂ. അതുകൊണ്ട് ലിബറലായിട്ട് സോളാർ എനർജി ഉൽപ്പാദിപ്പിച്ച് ഇപ്പോഴത്തെ 1000 മെഗാവാട്ട് വരുന്നു ചേരുമെന്ന് ഗ്രിഡിൽ പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന 700 മെഗാവാട്ട് കൂടി ആകുമ്പോൾ തന്നെ 1700 നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമായ 3500 മെഗാവാട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത്രയും വൈദ്യുതി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മറ്റൊന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, PSD അല്ലേ, അച്യുതങ്ങൾ പറഞ്ഞു, പമ്പിങ് ഇതാണ് സിസ്റ്റം പ്രോജക്റ്റ്, പമ്പിങ് സ്റ്റോറേജ് പദ്ധതി. ഇപ്പം തന്നെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കറണ്ട് എടുത്ത ശേഷം വരുന്ന വെള്ളം നമ്മുടെ റിസർവയറുകളിലേക്ക് അയച്ച് അവിടെ നിന്ന് സോളാർ എനർജി ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാം. 1-2 പ്രോജക്റ്റുകൾ അംഗീകരിച്ചത് ഇതിനകത്ത് 100 മെഗാവാട്ട് 50 മെഗാവാട്ട്. എന്തുകൊണ്ട് അത് വ്യാപകമാക്കിക്കൂടാ? ഗവൺമെൻറ് അനുമതി കൊടുത്താൽ പോരെ. അപ്പോൾ ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമായി നമുക്ക് ഈ PSD പദ്ധതി വഴി കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എത്ര നമുക്ക് വൈദ്യുതി വർദ്ധിച്ചില്ലേ. പിന്നെ വിൻഡ് എനർജി അല്ലെങ്കിൽ തിരമാലകളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം, അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിലും നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്ക് തിരുനെൽവേലിയിലേക്ക് പോകുമ്പോൾ തമിഴ്നാടിൻ്റെ അതിർത്തികളിൽ ധാരാളം കാറ്റാടി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനീസ് മാതൃകയിൽ എന്തുകൊണ്ട് കടലിൽ ഈ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൂടാ എന്ന ചോദ്യം ശാസ്ത്രജ്ഞന്മാർ അച്യുതങ്ങൾ അടക്കം ഈ ലേഖനങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് പരീക്ഷിക്കാം. അപ്പോൾ പാരമ്പര്യേതര മാർഗം ഊർജ സ്രോതസ്സുകൾ പരമാവധി ടാപ്പ് ചെയ്ത് അതിലൂടെ നമ്മുടെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ വർധനവിനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അത് അവസാനത്തെ ഒരു മാർഗം കൂടി പറഞ്ഞു, അതും വളരെ സ്വീകാര്യമായി തോന്നി. കാരണം കൂടംകുളത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 50% അവരെടുക്കുകയും 50% നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് കൊടുക്കുകയാണ്. നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം നമ്മളൊരു സോളാർ നമുക്ക് ഈ ആണവ നിലയം സ്ഥാപിക്കാൻ വരുന്ന പണച്ചിലവെന്താ? സംസ്ഥാന ഗവൺമെൻറ്റിനും പണച്ചിലവില്ലേ? അതെന്തുകൊണ്ട് കൂടംകുളം പദ്ധതിയുടെ വികസനത്തിന് തമിഴ്നാടുമായി സഹകരിച്ച് ചിലവഴിച്ച ശേഷം ഇപ്പോൾ കിട്ടുന്നത് വൈദ്യുതിയുടെ തോത് നമുക്ക് വർദ്ധിപ്പിച്ച് വാങ്ങാൻ കഴിയില്ലേ? അതും വളരെ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഇപ്പം 10,000 എന്നുള്ളത് ചിലപ്പോൾ ഇനി ജനസംഖ്യ കൂടുന്നതനുസരിച്ച് 15,000 അതിൽ കൂടുതലാവും. കാരണം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ എല്ലാം നമ്മുടെ നിത്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇപ്പോൾ വൈദ്യുതി വേണം. അങ്ങനെ സ്വീകരിക്കുക. ഏറ്റവും അവസാനം ഇത് ആലോചിക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഏറ്റവും അവസാനമല്ല ഒരിക്കലും കേരളം പോലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് പശ്ചിമഘട്ട മേഖലയിൽ ഇങ്ങനെ ഒരു ആണവ നിലയം സ്ഥാപിക്കുന്നത് ഒരിക്കലും ബുദ്ധിപരമല്ല, അത് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ച് പാർട്ടിക്ക് മുന്നണിക്കുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇതൊരു സജീവമായി ഇത് നടപ്പിലാക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയും മുന്നണിയും ഒക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പാർട്ടിയുടേതായ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഈ ചർച്ചയിൽ വ്യക്തിപരമായ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ചർച്ച ഉദ്ഘാടനം ചെയ്യുന്നു. ആശംസാ പ്രസംഗത്തിനായി മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS ശിവകുമാർ അവർ.
ആദരണീയനായ ഉദ്ഘാടകൻ UDF കൺവീനർ ശ്രീ M. ഹസൻ അവർകൾ, ബഹുമാന്യനായ പുസ്തക രചയിതാവ് ശാസ്ത്രവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീ അച്യുത് ശങ്കർ അവർകൾ, മുൻ മന്ത്രി ബഹുമാന്യനായ ശ്രീ VS ശിവകുമാർ, ശാസ്ത്രവേദി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ PS ശ്രീകുമാർ, ബഹുമാന്യരെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ശാസ്ത്ര പ്രചരണ വിഭാഗമായ കേരള ശാസ്ത്രവേദിയുടെ സംസ്ഥാന അധ്യക്ഷനും കേരളം ബഹുമാനിക്കുന്ന എഴുത്തുകാരനും പ്രഭാഷകനും വിദ്യാഭ്യാസ വിചക്ഷണനുമാണ് ഡോക്ടർ ശ്രീ അച്യുത് ശങ്കർ. അദ്ദേഹം എഴുതിയ ആണവ നിലയങ്ങൾ അനിവാര്യമാണോ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രിയദർശിനി പബ്ലിക്കേഷൻസ്, KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പ്രകാശനം ചെയ്ത് വിതരണം ചെയ്യുന്നത്. ബഹുമാന്യനായ ഡോക്ടർ ശ്രീ അച്യുത് ശങ്കറിനെ KPCCയുടെ പേരിൽ പ്രത്യേകമായി അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. ആണവ നിലയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഊർജ്ജ പ്രതിസന്ധി തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ അണുവിസ്ഫോടനം ഇപ്പം മെക്സിക്കൻ മരുഭൂമിയിൽ നടത്തിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആണവശാസ്ത്രജ്ഞനായ റോബർട്ട് J. ഓപ്പൺഹേമറുടെ, അപ്പോൾ അദ്ദേഹം ഈ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം 1000 സഹസ്ര സൂര്യന്മാർ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഈ സ്ഫോടനം കാണുമ്പോൾ അദ്ദേഹം ഒരു ഭഗവത്ഗീത ശ്ലോകം അവിടെ ചൊല്ലി എന്നാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഐ ബിക്കം ഡെത്ത് ദ ഡെസ്ട്രോയർ ഓഫ് വേൾഡ്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ മരണമാകുന്നു, ലോകങ്ങളുടെ നാശകനാകുന്നു. ഓപ്പൺഹേമർ പറഞ്ഞതാണ്. അപ്പം എന്താണ് അദ്ദേഹം ആ ഒരു ശ്ലോകം പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ പുറത്തേക്ക് വന്ന ഊർജം അത് സംഹാരത്തിൻ്റെ ഊർജമാണ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. കോടിക്കണക്കിന് മനുഷ്യരെയും ജീവജാലങ്ങളെയും ഭൂമിയെയും തന്നെ ജീവനെ തന്നെ ഇല്ലാതാക്കുന്ന ഊർജത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് അദ്ദേഹം അവിടെ കണ്ടത്. പിന്നീട് നമ്മൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും അത് കണ്ടു. നിയന്ത്രിക്കാം, ഈ ആണവോർജ്ജത്തെ നമ്മൾ നിയന്ത്രിക്കാം എന്ന് കരുതി സൃഷ്ടിക്കപ്പെട്ട ആണവ റിയാക്ടറുകൾ പിന്നീട് സൃഷ്ടിച്ച മഹാദുരന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ചെർണോബിൽ, റഷ്യയിലെ ചെർണോബിൽ ദുരന്തം, പിന്നീട് അത് ജപ്പാനിലെത്തിയപ്പോൾ ഫുക്കുഷിമയായി. അപ്പോൾ ആണവോർജ്ജത്തിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. നമ്മൾ വൈദ്യുതി ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം ആണവോർജ്ജമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു പ്രശ്നമുണ്ട്. ഈ ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ ഈ പൈത്തോണിനെ കുറിച്ച് പറയുന്നൊരു ചരിത്രം പോലെയാണ്. അപ്പോൾ സൂര്യൻ്റെ ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ സൂര്യപുത്രനാണ് പൈത്തോൺ. അപ്പോൾ സൂര്യപുത്രൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രഥം ഓടിക്കുക എന്നുള്ളതാണ്. പിതാവായ സൂര്യൻ പറയുന്നൊരു കാര്യം, അത് ഓടിക്കരുത്, നീ മനുഷ്യനാണ്, നിനക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ പുത്രൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സൂര്യരഥം ഓടിക്കാൻ അവസരം കൊടുക്കുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് സൂര്യരഥത്തെ നിയന്ത്രിക്കാൻ പൈത്തോണ് സാധിക്കുന്നില്ല. പിന്നീട് സർവനാശമാണ് സംഭവിക്കുന്നത് എന്നാണ്. പിന്നീട് പൈത്തോണിനെ ആ ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ ദേവരാജാവ് ആയുധം ഉപയോഗിച്ച് നശിപ്പിച്ചാണ് ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിനകത്തൊരു ആശയമുണ്ട്. അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ശക്തികളെ തുറന്നു വിട്ടാൽ പലപ്പോഴും അത് സർവനാശത്തിന് കാരണമാകും. ആണവോർജ്ജത്തെ എതിർക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു ഉദാഹരണമാണ് എപ്പോഴും എടുക്കുന്നത്. നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ സാധ്യമല്ല. നമുക്ക് എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ലോകത്തിലെ പല ആണവ റിയാക്ടറുകളുടെയും തകർച്ചയ്ക്ക്, ഇപ്പോൾ ഫുക്കുഷിമയിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആണവ റിയാക്ടറുകളുടെ തകർച്ചയ്ക്ക് കാരണമായത് ഭൂകമ്പമാണ്, അല്ലെങ്കിൽ വലിയ പ്രളയമാണ്. അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത, നമ്മൾ നിയന്ത്രിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് കാര്യങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആണവ നിലയങ്ങളുടെ നിർമ്മിതിക്ക് അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരം വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഊർജ്ജ പ്രതിസന്ധിക്ക് നമുക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നമുക്കിപ്പോൾ 3700 മെഗാവാട്ടാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ നമ്മൾ നേടിയിരിക്കുന്ന ഒരു ലക്ഷ്യം. അത്രയുമാണ് നമുക്കിപ്പോൾ ഊർജ്ജോത്പാദനമുള്ളത്. രാജ്യത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1300 മെഗാവാട്ടായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വൈദ്യുതി ഉൽപ്പാദനം. ഇപ്പോൾ അത് 2 ലക്ഷം മെഗാവാട്ടിന് മുകളിലായി. ഇപ്പോൾ 2012 കണക്കാണ്. ഇപ്പോൾ അതിനുമൊക്കെ വളരെ മുകളിലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ
നമ്മളൊരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇനിയും നമ്മൾ ഈ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന ഊർജത്തിൻ്റെ ഇരട്ടി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചിരിക്കാൻ സാധ്യമാകൂ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 3700 മെഗാവാട്ട് ഉണ്ടെങ്കിൽ അടുത്ത 10 വർഷക്കാലത്തിനുള്ളിൽ അത് 6000 ആയെങ്കിൽ മാത്രമേ ഒരു സമൂഹം എന്ന നിലയിലും ഒരു നാടെന്ന നിലയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ബദൽ മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. അവിടെയാണ് പാരമ്പര്യേതര ഊർജത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഇപ്പോൾ സോളാർ പോലെയുള്ള കാര്യങ്ങൾ സൂര്യനൊരു നിതാന്ത സാക്ഷിയായി നോക്കി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഊർജ്ജ സ്രോതസ്സിനെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്താമെന്നൊരു സത്യമാണ്. ഇപ്പോൾ കാറ്റാടി യന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കാറ്റിൻ്റെ ഗതി മാറുന്നൊരു കാലഘട്ടമാണ്. നേരത്തെ കാറ്റ് നന്നായി വീശിയിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് കാറ്റില്ല. വലിയ കുന്നുകൾ ഇന്ന് നിരത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കാറ്റൊരു സ്ഥിരം ഊർജ്ജ സ്രോതസ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും സമുദ്രവും സൂര്യനും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം ഊർജ്ജ സ്രോതസ്സുകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. അതിലും പറ്റിയില്ലെങ്കിൽ നമുക്ക് ആണവ നിലയങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരും. പക്ഷെ ആണവ നിലയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളം പോലെ ഡെൻസ്ലി പോപ്പുലേറ്റഡായ ഒരു സമൂഹത്തിൽ അതെങ്ങനെ പറ്റും എന്നത് ഗൗരവതരമായൊരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് കൂടംകുളത്തൊരു ആണവ നിലയമുണ്ട്. കൂടംകുളത്തു നിന്നും പുറത്തുവിടുന്ന ഈ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുന്ന ജലം, അപ്പോൾ അതിലെ യുറേനിയം സാന്നിധ്യം കുറവാണ്. അതുകൊണ്ടത് അപകടങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്ന് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ വാദഗതിയുണ്ട്. ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അവിടെ ഫോണ സാന്നിധ്യമുണ്ട്. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ലോ റിസ്ക്കും മീഡിയം റിസ്ക്കും ഹൈ റിസ്ക്കുമാണ് യഥാർത്ഥത്തിൽ ഈ ആണവ വിസ്ഫോടനങ്ങളും അവിടെ ഉണ്ടാകുന്ന ആറ്റമിക് വേസ്റ്റിനെ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: ലോ, മിഡിൽ ആൻഡ് ഹൈ റിസ്ക്. ഇപ്പോൾ ഹൈ റിസ്ക് ഒക്കെ ആണെങ്കിൽ വലിയ തരത്തിൽ ഉള്ള ആണവ ബോക്സുകളിൽ അടക്കം ചെയ്ത് നമ്മൾ സമുദ്രത്തിൻ്റെയൊക്കെ പ്രദേശങ്ങളിലേക്ക് നിക്ഷേപിക്കുകയാണ്. മിഡിൽ റിസ്കിന് അതിലും കുറഞ്ഞൊരു പ്രോസസ്സാണ്. ലോ റിസ്ക് ആണ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കളയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈത്തോണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിഹാസങ്ങളിൽ അല്ലെങ്കിൽ അതൊരു ഒരു താരതമ്യം എന്നുള്ളതേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ശക്തികളെ തുറന്നു വിടുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ മനസ്സിൽ കാണണം. അപ്പോൾ അതുകൊണ്ട് അതൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രമേ, അജുശങ്കർ സാറും അത് തന്നെയാണ് പറയുന്നത്, ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് മാത്രമേ നമുക്ക് ആണവോർജ്ജത്തെ ചിന്തിക്കാൻ സാധ്യമാവുകയുള്ളൂ. അത് എടുത്താൽ തന്നെ അത് കേരളത്തിൽ തന്നെ സ്ഥാപിക്കണോ അല്ലെങ്കിൽ വിശാലമായ ഭൂപ്രദേശങ്ങളുള്ള മറ്റ് സ്ഥലങ്ങളിൽ സ്ഥാപിച്ച്, കാരണം ഇതൊരു രാജ്യമാണ്, നമ്മളൊരു യൂണിറ്റായിട്ടാണ് കണക്കാക്കേണ്ടത്. അല്ലാതെ കേരളം ഒരു സംസ്ഥാനത്ത് മാത്രം കേരളത്തിൻ്റെ ആണവ നിലയം സ്ഥാപിക്കണം എന്ന് പറയുന്ന അർത്ഥമില്ല. ഒരു രാജ്യത്തെ പൊതുവായി കണ്ട് ആണവ നിലയങ്ങൾ ഒരു അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് അവിടെ നിന്നുള്ള വൈദ്യുതി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കും കൂടുതൽ മികച്ചൊരു ഓപ്ഷൻ. എന്നാണെങ്കിലും അദ്ദേഹം വളരെ മികച്ചൊരു ചർച്ചയ്ക്കാണ് തൻ്റെ പുസ്തകത്തിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ശാസ്ത്രവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച നേതൃത്വം നൽകുന്ന നൂതനമായ ചിന്തകളിലൂടെ അഹിംസാത്മകമായ ശാസ്ത്രപ്രവർത്തനത്തെ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യവും ശാസ്ത്രവേദിയുടെ മുദ്രാവാക്യവും അതാണ്: അഹിംസാത്മകമായ സാമൂഹ്യ മുന്നേറ്റവും ശാസ്ത്ര വളർച്ചയും. അതിന് നേതൃത്വം കൊടുക്കുന്ന സാറിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കൂടുതൽ ചിന്തകൾ ഊർജ്ജോൽപാദനത്തെ സംബന്ധിച്ചുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. അടുത്ത സംസാരിക്കാൻ ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ വി.എസ്. ശിവകുമാർ അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ ലിജു, നമ്മുടെ ശാസ്ത്രവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അജിത് ശങ്കർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രവേദിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അജിത് ശങ്കർ അദ്ദേഹം എഴുതിയ കേരളത്തിൽ ആണവ നിലയം അനിവാര്യമാണോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പുസ്തക പ്രകാശനവുമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികർ ചൂണ്ടിക്കാണിച്ചതുപോലെ ശാസ്ത്രവേദിയുടെ അഭിപ്രായത്തോട് 100% യോജിക്കുന്ന ഒരാളാണ് ശ്രീ അജിത് ശങ്കറിൻ്റെ അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുള്ള. കാരണം നമുക്കറിയാം, ഈ ആണവ നിലയങ്ങൾ പലപ്പോഴും മനുഷ്യരാശിയുടെ അവസാനത്തിൽ തന്നെ കുറിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മനുഷ്യരാശി ആ പ്രദേശത്ത് നമ്മൾ കണ്ടതാണ്. 2-3 പ്രാവശ്യം ആണവ നിലയങ്ങളിലുണ്ടായ അണുവിസ്ഫോടനത്തിലൂടെ, റേഡിയേഷനിലൂടെ നമ്മുടെ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളും
ജീവനുകൾക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് പല ലേഖനങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഈ ഊർജ പ്രതിസന്ധിയെക്കുറിച്ച്. ഊർജ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണുന്നത് പാർപ്പിടം, വസ്ത്രം, ആഹാരം. അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി ഇന്ന് വൈദ്യുതി മാറിയിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഓരോ വീടും യഥാർത്ഥത്തിൽ ഇന്ന് ഈ വൈദ്യുതി ഉപയോഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ ഫാക്ടറികൾ പോലെ ആയി മാറിയിരിക്കുകയാണ്. ഫാക്ടറിയുടെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, 7 ആളുകളും വൈദ്യുതിയും ഉണ്ട് എങ്കിൽ അതിനൊരു ഫാക്ടറിയായി കാണാമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മുടെ വീടുകൾ എന്ന് പറയുമ്പോൾ ഈ വൈദ്യുതി ഉപയോഗം ഇല്ലാതെ, വൈദ്യുതി സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നതല്ലാതെ എല്ലാത്തിനും വൈദ്യുതി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ഇപ്പം മിക്സി ആയിരുന്നാലും ഗ്രൈൻഡർ ആയിരുന്നാലും അതുപോലെ TV ആയിരുന്നാലും പല സ്ഥലങ്ങളിലും ആധുനിക കാലഘട്ടത്തിൽ ലിഫ്റ്റുകൾ വരികയാണ്. ലിഫ്റ്റുണ്ട്, ടെലിഫോണിൻ്റെ ചാർജിങ്. അപ്പോൾ എല്ലാ തലത്തിലും വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഉപഭോഗം. പക്ഷെ കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മളുള്ള ആവശ്യമുള്ളതിൻ്റെ 30% മാത്രമാണ്. ബാക്കി വൈദ്യുതി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ്. അപ്പോൾ ഇതിന് ഈ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ വികസനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോ മനുഷ്യൻ്റെയും ദൈനംദിന ജീവിതവുമായി പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ഗൗരവമേറിയ ചർച്ച ഈ ഊർജ പ്രതിസന്ധിയെക്കുറിച്ച് നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ അതിലേക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ളൊരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കറിയാം ഈ ഊർജ പ്രതിസന്ധി, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജലവൈദ്യുത പദ്ധതികളിലാണ് നമ്മൾ എത്രയോ കാലമായി നിൽക്കുന്നത്. ജലവൈദ്യുത പദ്ധതികളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി, പിന്നെ ഒരു താപനിലയവുമുണ്ട്. ആ താപനിലയം, കായംകുളത്തെ താപനിലയവും അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സംവിധാനങ്ങൾ പരിമിതങ്ങളാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം തന്നെ കേരളത്തിൽ ഈ വൈദ്യുതി വകുപ്പിൻ്റെ തന്നെ കെടുകാര്യസ്ഥത തന്നെ ഈ മേഖലയിൽ വലിയധികം പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു സ്ഥലത്ത് വായിക്കാൻ കഴിഞ്ഞത്, ഇപ്പോൾ 2007 തുടങ്ങിയ പള്ളിവാസൽ ശുദ്ധജല ഈ വൈദ്യുതി പദ്ധതി, ആ പദ്ധതി യഥാർത്ഥത്തിൽ 2011 പൂർത്തീകരിക്കേണ്ട, ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. 220 കോടി രൂപ ചെലവഴിച്ച് നവീകരണം നടത്തുന്നതിലേക്ക് വേണ്ടി തീരുമാനിച്ച പദ്ധതി 500 കോടി ആയിട്ട് ഇപ്പോഴും ഒരിടം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കേരളത്തിൽ 778 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ മുഴുവൻ ഇന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ 128 പ്രോജക്റ്റുകൾ, ജലവൈദ്യുത പദ്ധതികൾ ഇന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മുടെ ഈ മേഖലയിലുള്ള കെടുകാര്യസ്ഥത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ആ കെടുകാര്യസ്ഥത മാറ്റി ഊർജ്ജ പ്രതിസന്ധി, ഏറ്റവും ആവശ്യമായിട്ടുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ഈ പുരപ്പുറ വൈദ്യുതി പദ്ധതി, സോളാർ പദ്ധതി, അത് എന്തുകൊണ്ട് നമുക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ തന്നെ അവിടെ വീടുകൾ വയ്ക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ലൈസൻസുകൾ കൊടുക്കുമ്പോൾ നിർബന്ധമായും എല്ലാ വീടുകളിലും ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ള കർശനമായ നിയമം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്കിത് കാണിക്കാൻ കഴിയും. അതുപോലെ തന്നെ ജലവൈദ്യുതി പദ്ധതികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മളൊക്കെ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്, എന്താണ് ഈ റീസൈക്ലിംഗ് ചെയ്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പ്രോജക്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷം പോകുന്ന വെള്ളം മുകളിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സൂചിപ്പിച്ചതാണ്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്.
750 കോടി രൂപ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 750 കോടി രൂപ ഈ പ്രോജക്റ്റിന് വേണ്ടി ഗവൺമെൻറ് നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരുന്നാലും ചുരുക്കുകയാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള ഈ കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികൾ കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കാൻ, ജലവൈദ്യുത പദ്ധതികളായിരുന്നാലും സോളാർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നാലും ഈ റീസൈക്ലിംഗ് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നാലും അതിനെക്കുറിച്ച് കാര്യക്ഷമമായിട്ടുള്ള ആലോചനകൾ നടത്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ച് നമ്മുടെ ശാസ്ത്രവേദി തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ചർച്ച ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രത്യേകമായി അഭിനന്ദനാർഹമാണ്. ഈ ആണവോർജം അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കണം. അത് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആധുനികമായ ഈ കാലഘട്ടത്തിൽ ആ കാര്യങ്ങളെക്കുറിച്ചും സജീവമായ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ അജിത് ശങ്കറിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ചർച്ച ആരംഭിക്കുകയാണ്. മോഡറേറ്ററായി ശാസ്ത്രവേദി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ അവർകളെ ക്ഷണിക്കുന്നു. സമയക്കുറവുകളുണ്ട്, വേറെ ഒന്നിലേക്കും പോകുന്നില്ല. ഈ ചർച്ച വിഷയം അവതരിപ്പിക്കുവാനായി ഡോക്ടർ അച്യുത് ശങ്കർ അവരെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സമയക്കുറവ് കാരണം ബുള്ളറ്റ് പോയിന്റുകൾ മാത്രം പറയാനുള്ള സമയമേ ഉള്ളൂ. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രിയദർശിനി പബ്ലിക്കേഷൻസിനോട് ആദ്യം തന്നെ ശാസ്ത്രവേദി നന്ദി പറയുന്നു. ശാസ്ത്രവേദി ആണവ നിലയത്തിനെക്കുറിച്ചൊരു നിലപാട് പ്രമേയം പാസാക്കി അത് പൊതുജനമധ്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അനിവാര്യമെങ്കിൽ ആണവ നിലയമാകാം എന്നാണ് ശാസ്ത്രവേദി പറയുന്നത്. പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് അനിവാര്യമല്ല എന്നുള്ള കണക്കും ശാസ്ത്രവേദി അവതരിപ്പിക്കുന്നു. കേരളത്തിൽ സൗരോർജം ഉപയോഗിച്ചുകൊണ്ട് വീടുകളുടെ പുരപ്പുറത്തുള്ള പാനലിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി തന്നെ മുഴുവൻ നമുക്ക് ശേഖരിച്ച് വയ്ക്കാനൊക്കാത്തത് കൊണ്ട് അതുപയോഗിച്ച് ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് താഴോട്ട് വരുന്ന വെള്ളം തിരിച്ച് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റി ഊർജം സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 5000 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ തന്നെ കണക്കിൽ പറയുന്നു, അവരുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഒരു ആണവ നിലയത്തിന് എടുത്തു ചാടേണ്ടുന്ന ഒരു പ്രസക്തിയും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്നും കാലം ഇങ്ങനെ തന്നെ നിൽക്കണം എന്നില്ല, നമ്മുടെ ഊർജ്ജ ഉപഭോഗം കൂടി വരും. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ആണവ നിലയത്തിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഇപ്പോഴുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്തല്ല. പക്ഷേ എല്ലാ കാര്യത്തിനെയും കണ്ണടച്ച് എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനകൾ നടത്തുന്നത് ചരിത്രപരമായ മണ്ടത്തരമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ആവശ്യമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാമെന്ന് പറയും. അത് പറയാനുള്ള കാര്യം, ഇന്ന് നിങ്ങൾ പത്രങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിയ ഒരു രസകരമായ കാര്യം കാണാൻ സാധിക്കും. ഒന്ന്, ഇവിടെ എല്ലാ പ്രാസംഗികരും സൂചിപ്പിച്ച പോലെ ആണവ നിലയം എന്ന് പറയുന്നത് 1980കളിൽ സംസാരിച്ച ആണവ നിലയമല്ല ഇപ്പോഴുള്ളത്. അതിൻ്റെ സാങ്കേതിക വിദ്യകൾ മാറി, നമ്മുടെ അനുഭവ പാഠങ്ങൾ മാറി, പുതിയ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു, ഇനിയും വരാനിരിക്കുന്നു. ഫിഷൻ റിയാക്ടറിന് പകരം ഫ്യൂഷൻ റിയാക്ടർ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം പുറമെ ഈ അടുത്തിടെ സംഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഓരോ വീട്ടിലും ആണവ നിലയം കൊണ്ടുവയ്ക്കാനൊക്കുന്ന ഒരു സമ്പ്രദായം എൻട്രോൺ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എൻട്രോൺ എഗ് എന്നാണ് അതിൻ്റെ പേര്. ഒരു കോഴിമുട്ട പോലെ ഇരിക്കുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ അത് 10 വർഷത്തേക്ക് നമുക്ക് വേറെ ഒരു ഊർജ്ജത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന സാധനം. നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചില്ലെങ്കിലും എനിക്ക് തോന്നുന്നു വൻകിട വ്യവസായ സംരംഭങ്ങളുടെ സ്ഥലത്ത് അവർക്കാണല്ലോ ഊർജ്ജം ആവശ്യം, കൂടുതൽ വ്യവസായം വരുമ്പോൾ കൂടുതൽ ഊർജ്ജം വേണമെന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവയ്ക്കാവുന്ന മൈക്രോ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കാലമാണ്. അപ്പോൾ നമ്മൾ പഴയ കാലത്ത് 50 വർഷം മുമ്പ് 40 വർഷം മുമ്പ് സംസാരിച്ചത് വെച്ചിട്ട് ഒരു അന്തിമ തീരുമാനം ന്യൂക്ലിയർ റിയാക്ടറുടെ കാര്യങ്ങളിൽ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം. ഇനി മറ്റൊരു കാര്യം, സമ്പദ് വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ഒരു സുപ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വേറെ ഏത് പ്ലാന്റ് ഉണ്ടാക്കുകയാണെങ്കിലും നമുക്ക് പൈസ ചിലവുണ്ട്. പക്ഷേ നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ചിലവും, സ്ഥലത്തിൻ്റെ ചിലവ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് എന്നുള്ളൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. 50% ഊർജ്ജം നമുക്ക് കിട്ടും, ഏകദേശം 2 രൂപയ്ക്ക് ഊർജ്ജം കിട്ടും. ഇതങ്ങനെ തള്ളിക്കളഞ്ഞ് നമുക്ക് കണ്ണടച്ച് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല. പക്ഷെ തീർച്ചയായും ഇപ്പോഴത്തെ അവസ്ഥയിൽ
കേരളത്തിന് ആവശ്യമുള്ള ഊർജം ഉണ്ടാക്കിയെടുക്കാൻ സൗരോർജം മതിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് ഉടനടി ഒരു ആണവ നിലയത്തിലേക്ക് പോകുന്നൊരു വിഷയം ഉദിക്കുന്നില്ല എന്നാണ് ശാസ്ത്രവേദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതിനകത്ത് ഒരെണ്ണത്തിൽ ഒരു ഉദാഹരണം, നമുക്ക് ഈ ആണവോർജം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മെറ്റീരിയൽ, അതിനെക്കുറിച്ച് വലിയൊരു ഗവേഷണം നടക്കുകയാണ്. ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ വീണ്ടും ഫിഷൻ ചെയ്ത് അത് റേഡിയോ ആക്റ്റീവ് അല്ലാത്ത മെറ്റീരിയലാക്കി മാറ്റാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ആണവോർജം കുറെ കൂടെ സുരക്ഷിതമായിട്ടുള്ള ആണവോർജമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുവരെ നമ്മൾ പാരമ്പര്യേതര സ്രോതസ്സുകളെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കുകയും ഗവൺമെൻറ് അതിന് അനുകൂലമായ നടപടി സ്വീകരിക്കുകയും തൽക്കാലം ഒരു ആണവ നിലയത്തിൻ്റെ ഒരു പ്രായോഗിക നടപടിയിലേക്ക് കടക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനെ കണ്ണടച്ച് എതിർക്കുക എന്നുള്ളൊരു സമീപനം ശാസ്ത്രവേദി സ്വീകരിച്ചിട്ടില്ല എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ അടുത്ത് സംസാരിക്കുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ PV ശിവപ്രസാദാണ്. അദ്ദേഹം നിരവധി വർഷങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ആവശ്യകത അതെങ്ങനെ മീറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നിലവിൽ മീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളെ ഇവിടുത്തെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 140 ലക്ഷം ഉപഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ തന്നെ നമ്മുടെ ഒരു വൈദ്യുതി ആവശ്യകത നോക്കിക്കഴിഞ്ഞാൽ ശരാശരി ഒരു ദിവസം 85 ദശലക്ഷം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8.5 കോടി യൂണിറ്റാണ് ശരാശരി. അത് തന്നെ സമ്മർ മാസം ആകുമ്പോഴത്തേക്കാണ്ട് 10 കോടി യൂണിറ്റിലേക്ക്, അത് 105 ദശലക്ഷം യൂണിറ്റിലേക്ക് മാറുന്നുണ്ട്. പീക്ക് ഡിമാൻഡ് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ മീറ്റ് ചെയ്തത് 5800 മെഗാവാട്ടാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ മന്ത് ഓവർ മന്ത് ഓരോ മാസവുമുള്ള വേരിയേഷൻസ് ആണ്. ഇവിടെ നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മറിൽ മൺസൂൺ മാസങ്ങളായ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലേക്കാട്ടിൽ 50%ഓളം വൈദ്യുതി ആവശ്യകത ഉയർന്നാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ലോഡ് കർവ്, അതായത് ഈ ഡെയിലി വേരിയേഷൻ എന്ന് പറയുന്നത് പകൽ സമയത്തുള്ളതിൻ്റെ ഏകദേശം 60% പീക്ക് സമയത്തുള്ളത്. അതായത് പീക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പീക്ക് എന്ന് പറയുന്നത് പണ്ട് 6 തൊട്ട് 10 മണി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 8 മണി തൊട്ട് 12 മണി, 1 മണി വരെ, രാത്രി 1 മണി വരെയാണ്. ഈ കാര്യങ്ങളോട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത്രയും ഞാൻ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് തരുന്നതേ ഉള്ളൂ ഈ കാര്യങ്ങൾ. അടുത്ത സ്ലൈഡിലേക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ അടുത്തൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം ആവശ്യകതയുടെ 26%, അതായത് മൊത്തം നമ്മൾ ഹൈഡ്രോയിൽ നിന്ന് 2300 മെഗാവാട്ട് ഇതുവരെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളൂ. അതിൽ നിന്നുള്ള എനർജി അവൈലബിലിറ്റിയോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 26% നിലവിലുള്ളൂ. ബാക്കിയുള്ള 74% നമ്മൾ സംസ്ഥാനത്തിന് വെളിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനത്തെ വെളിയിൽ എന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ റിസോഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ അവർക്കും മറ്റ് രീതിയിലുള്ള ഒബ്ജക്ഷൻസ് അടക്കം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന ട്രാൻസ്മിഷൻ ചാർജസ് അടക്കമുള്ളത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തേക്ക് പോട്ടെ. അല്ല ആദ്യത്തെ മുൻപോട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്ത് ഇപ്പോൾ ആദ്യമേ നേരത്തെയുള്ള പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആണവോർജ നിലയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ തന്നെയാണ്. നിലവിൽ ഏകദേശം നമുക്ക് 370 മെഗാവാട്ടോളം ആണവ വൈദ്യുതി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നിലവിലുള്ള പ്ലാന്റുകളെല്ലാം തന്നെ പ്രധാനമായും കർണാടകയിലും തമിഴ്നാട്ടിലുള്ള, ഇപ്പം കുണംകുളം, പിന്നെ കൽപ്പാക്കത്തുള്ള ഇതും തമിഴ്നാട്ടിലും, അതുപോലെ തന്നെ കൈകൈ എന്ന് പറഞ്ഞ പ്ലാന്റ് കർണാടകത്തിലുള്ളതാണ്. അടുത്ത് ഇപ്പം നമ്മൾ ഇത് ഒരു പ്രൂവൺ ടെക്നോളജി ആയിക്കഴിഞ്ഞതാണ്. ഇപ്പം വേൾഡ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ 360 ഗിഗാവാട്ടോളം വൈദ്യുതി ആണവോർജങ്ങളിൽ നിന്ന് നിയമിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ 3% മാത്രമേ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ളൂ. ഇപ്പോൾ അത് നമ്മൾ എനർജി ടീംസിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം ആവശ്യകതയുടെ 2%-ഓളം, അതായത് പല രാജ്യങ്ങളും ഏകദേശം നല്ലൊരു ശതമാനം ആണവോർജത്തിലേക്ക് പോകുന്നുമുണ്ട്. അത് അവരുടേതായ സാഹചര്യങ്ങൾ കൊണ്ടാവാം. അടുത്തതിലേക്ക്
ഇപ്പം നമ്മൾ മൾട്ടി അൾട്ടർനേറ്റീവ് സോഴ്സസിലേക്ക് പോകുമ്പോൾ ഒന്ന് വിൻഡിനെ പറ്റി പറഞ്ഞു. വിൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിൻഡും നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ മൺസൂൺ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വിൻഡിൻ്റെ വെലോസിറ്റി കേരളത്തിനകത്തുള്ളത്. കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മൺസൂൺ മാസങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഇതേ ഉള്ളത്. അടുത്ത സ്ലൈഡിൽ അല്ല അടുത്ത അതിലേക്ക് പോട്ടെ. ഓക്കെ. അതിനകത്ത് പ്രധാനമായിട്ട് പറയാനുള്ളത് സോളാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോളാർ നമ്മൾ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ സോഴ്സാണ്. ഇന്ത്യ മൊത്തത്തിൽ തന്നെ സോളാറിന് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ഉള്ളത് സോളാറിൻ്റെ ഒരു ഇഷ്യൂ പറയുമ്പോഴത്തേക്ക് സോളാറിൻ്റെ അവൈലബിലിറ്റി പകൽ സമയത്ത് രാവിലെ ഒരു 8:30 തൊട്ട് വൈകുന്നേരം 5:30 വരെ ഉള്ളൂ. അപ്പം മൊത്തം നമ്മുടെ ഒരു ഡെയിലി ആവശ്യകത നോക്കിക്കഴിഞ്ഞാൽ 30% മാത്രമേ ഈ സമയത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന സോളാർ എനർജി മറ്റ് സമയങ്ങളിലേക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക്, അതിനാണ് ഇപ്പോൾ സാർ തന്നെ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്, പമ്പ് സ്റ്റോറേജ് അടക്കമുള്ള അതുപോലെ ബാറ്ററി എനർജി സ്റ്റോറേജ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ മുൻപോട്ട് വരുന്നുണ്ട്. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഊർജ്ജാവശ്യകത പരിശോധിക്കുന്നതിന് വിവിധങ്ങളായിട്ടുള്ള പല സോഴ്സസ് ഉണ്ട്. ഈ സോഴ്സസ് എല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് വിശദമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ലിമിറ്റഡ് ടൈമിംഗ് കൊണ്ട് മറ്റതിലേക്ക് കിടക്കുന്നില്ല. ശാസ്ത്രവേദിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വിമലൻ, ഒരു മിനിറ്റ്. ഞാൻ വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തെ പറ്റി ഒരു കാര്യമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതിനകത്തൊരു ആർട്ടിക്കിളായിട്ട് എഴുതിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വർഷം 3 ലക്ഷം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഈ 3 ലക്ഷം കൺസ്ട്രക്ഷൻ്റെ 50% എങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷം 1000 മെഗാവാട്ട്സ് വൈദ്യുതി അവിടെ നിന്ന് പറ്റും. നമ്മളിപ്പോൾ KSEB പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 10 വർഷത്തിന് 10,000 മെഗാവാട്ട്സ് ആക്കണമെന്ന് പറഞ്ഞാൽ ആ കണക്ക് അവിടെ കിട്ടും. പക്ഷേ ഈ പകലുണ്ടാകുന്ന വൈദ്യുതി രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പാകത നേരത്തെ പറഞ്ഞിരുന്നുണ്ട് പലതും. പമ്പ്ഡ് സ്റ്റോറേജ് സിസ്റ്റവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നടപ്പിലാകാൻ പറ്റും. ഇതിൻ്റെ വിശദമായ ഒരു പ്രസൻറ്റേഷൻ അടുത്തൊരു സെമിനാർ നടത്താമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ പി കൃഷ്ണകുമാർ. ബഹുമാനപ്പെട്ടവരൊക്കെ, പ്രിയപ്പെട്ടവരൊക്കെ, സമയപരിമിതി ഒരു പ്രധാന പ്രശ്നമാണ്. ഒരു സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കേരളത്തിൻ്റെ വൈദ്യുതി ചിലവിലുള്ള വൈദ്യുതിയുടെ ഉപഭോഗത്തിലുള്ള വർധനവ്, ലഭ്യതയിലുള്ള കുറവ്, ഈ വക കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ആണവ നിലയങ്ങൾ ഇവിടെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇവിടുത്തെ ജനസാന്ദ്രതയിലുള്ള വർധനവ്, ആദ്യം ഉണ്ടാകുന്ന ചെലവിലുള്ള വർധനവ്, മാലിന്യ സംസ്കരണത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിന് പ്രതിസന്ധികളാണ്. ഊർജ്ജ സ്രോതസ് എന്നുള്ള രീതിയിൽ ജലസ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്നതല്ലാതെ സൗര ഊർജ്ജം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ആ രീതിയിലുള്ള പ്രോജക്റ്റുകൾക്ക് സർക്കാർ കൂടുതൽ മുൻഗണന നൽകുകയും ചെയ്താൽ ഇതിനേക്കാളും കുറഞ്ഞ ചെലവിൽ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ട്, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ കുറച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിമലൻ സാർ പറഞ്ഞതുപോലെ സമയപരിമിതി കാരണം വിശദമായ പല കാര്യങ്ങളും പറയണമെന്നുണ്ട്, അത് പറയുന്നില്ല. ഇതിനൊക്കെ അവസരം ലഭിച്ചത് സന്തോഷിക്കുന്നു. നന്ദി. ഈ ഡിബേറ്റിനെ നന്ദി പ്രകാശിപ്പിക്കാനായി പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ സെക്രട്ടറി ശ്രീ ബിന്നി സാഹിദി ക്ഷണിക്കുന്നു. ഈ ചടങ്ങ് മനോഹരമായി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെയും അതുപോലെ തന്നെ ശാസ്ത്രവേദിയുടെയും പേരിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു.